ന്യൂസ് കണ്ടു. ഈ ഒരു റാഗിംഗ് എന്ന് പറയുന്നത് കേരളത്തിൽ ഫസ്റ്റ് സംഭവമല്ല. ഈ 2024 ഇതിന് മുൻപ് ഒരു റാഗിംഗ് നടന്നു. അതായത് വയനാട് പൂക്കോട് വെറ്റിനറി ഹോസ്പിറ്റലിൽ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പയ്യനെ അതിക്രൂരമായിട്ട് 60 പേരോ അതിന് താഴെ 31 പേരെയാണ് പിന്നെ പ്രതിപട്ടികയിൽ ചേർത്തത്. ഈ ഇത്രയും നാറികൾ ചെയ്തൊരു പ്രവൃത്തിയുടെ പേരിൽ ആ പയ്യൻ ആത്മഹത്യ ചെയ്ത ഒരു സംഭവമാണ് നമ്മൾ അറിഞ്ഞത്. അപ്പോൾ അത് ഞാൻ പല ന്യൂസും എടുത്ത് നോക്കിയെങ്കിലും അതിലൊന്നും തന്നെ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണ്, ആ പ്രതികളുടെ അവസ്ഥ എന്താണെന്നൊന്നും അതിനകത്ത് കാണിക്കുന്നില്ല. അപ്പോൾ റാഗിങ് ചെയ്തു, ഇവർ ആ കുട്ടിയായിട്ട് മർദ്ദിച്ചു. ഇതെല്ലാം ചെയ്തതിന് ശേഷം 18-ാം തീയതി ആയ സമയത്തേക്കും അവനെ കെട്ടിത്തൂക്കി. അപ്പോൾ ഇതും കഴിഞ്ഞിട്ടും കേസ് പലതവണയായിട്ട് CBIക്ക് അന്വേഷണം പോയി, അങ്ങനെ പല രീതിയിൽ അന്വേഷണങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നു. എന്നിട്ട് കൂടിയും ഇവർക്ക് പരീക്ഷ എഴുതാനായിട്ട്, ഇവർ പഠിക്കുന്ന വയനാട് അവർക്ക് കയറാനുള്ള ഒരു അനുവാദം ഉണ്ടായിരുന്നില്ല. പക്ഷേ അവർക്ക് അവരുടെ നിയർ ബൈ ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് പരീക്ഷ എഴുതാനായിട്ടുള്ള ഒത്താശ വരെ സർക്കാർ ചെയ്തു കൊടുത്തു. അപ്പോൾ ഇത്രയും പ്രതിപട്ടികയിൽ ചേർത്തവന്മാർക്ക് ഇങ്ങനെയൊക്കെയുള്ള സംരക്ഷണം